തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, കൃത്യത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ തൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു. അതായത് സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ നോക്കിക്കേ, മനുഷ്യൻ നന്മ ചെയ്യുന്നതിൽ, നന്മ പറയുന്നതിൽ ആർക്കും ശ്രദ്ധയില്ല. നന്മയോട് ആരും ചേരുന്നില്ല. അതേസമയത്ത് തിന്മ പറയുമ്പോൾ അവിടേക്ക് ആൾക്കാർ ഓടിക്കോടും. അത് ലോകത്തിൻ്റെ ഒരു പ്രവണതയാണ്. അത് അന്ധകാര ശക്തിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അന്ധകാര ശക്തിക്ക് വിധേയപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണെന്ന് നമ്മളെല്ലാവരും അറിയാൻ അത് കാരണമാണ്. അതുകൊണ്ട് ഈ അന്ധകാര ശക്തിയുടെ പിടിയിൽ നിന്ന് മോചനം നേടി ദൈവശക്തിയിലേക്ക്, ദൈവത്തിൻ്റെ കൃപ ചൊരിയപ്പെടാൻ വേണ്ടി അതിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കണം. അത് പറയുന്നതും കേൾക്കുന്നതും അനുഗ്രഹീതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ വചനത്തിൻ്റെ പൊരുള് മനസ്സിലാക്കാൻ, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ, കാരണം അത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷം, സദ്വാർത്തയാണെന്ന് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷം, സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ആ രക്ഷകനാണെന്നും ക്രിസ്തുവാണെന്നും നമ്മളെ അറിയിച്ചത് ദൂതന്മാരാണ്, ദൈവദൂതന്മാരാണ്. സകല ജനത്തിനും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞതും ദൈവദൂതന്മാരാണ്. ദൈവത്തോട് കൂടിയിരിക്കുന്ന ദൂതന്മാർ ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ സുവിശേഷം പറയാൻ ലോകത്തിലേക്ക് അയച്ച, ലോകത്തെ വിമോചനം നൽകാൻ വേണ്ടി വന്ന രക്ഷകനായ യേശുവിനെ പറ്റി ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് നമ്മൾ ഈ സുവിശേഷം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനാണ് ഏറ്റവും പരമപ്രധാനം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യം പറയാണ്, അവൻ സീനോകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സ്ത്രീയിലെങ്ങും വ്യാപിച്ചു. എല്ലാ വ്യാധികളാലും വേദകളാലും അവസരായവരെയും, പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവരവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവനവരെ സുഖപ്പെടുത്തി. അവൻ്റെ അടുത്ത് കൊണ്ടുവന്നവരെ എല്ലാം സുഖപ്പെടുത്തി. ജാതിയോ മതമോ നോക്കിയിട്ടല്ല, ആരെ അവൻ്റെ അടുത്തേക്ക് വന്നോ അവരെ എല്ലാം അവൻ സുഖപ്പെടുത്തി.